ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പണിയാരവും അതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള കോക്കനട്ട് ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ പണിയാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ, അതാണിത്, പച്ചരിപ്പൊടി. അതിലേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അതിൽ ചേർക്കുമ്പോൾ കുറച്ച് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചേർക്കണത്. ഈ അരിപ്പൊടി ചേർക്കണം എന്താ വെച്ചാൽ പണിയാരം കുറച്ച് ക്രിസ്പി ആയി കിട്ടും. ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി മിക്സ് ചെയ്യണത്. ഇനി ഇത് ഈ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദോശമാവ് അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു കടായിൽ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉഴുന്ന്, കടുകും കടലപ്പരിപ്പും ഉഴുന്നുമൊക്കെ, കടലപ്പരിപ്പ് ഉഴുന്നൊക്കെ നല്ലോണം ബ്രൗൺ ആയി കടുകൊക്കെ പൊട്ടി ഞാനിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ചെറുതാക്കി മുറിച്ചിരിക്കുന്നത്. സവാള ഒരുപാട് വാടണ്ട, ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നമുക്കൊന്ന് കടിക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 3 റെഡ് ചില്ലി ചേർത്തിട്ടുണ്ട്. ചില്ലി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ. ഇതിൽ നമ്മൾ മുളക് പൊടി ഇതൊന്നും ഇടുന്നില്ല, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്. നമ്മൾ മാവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്, അപ്പോൾ ഇതിന് അനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് നിർബന്ധമില്ല, പക്ഷെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയും വാടി. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ വാട്ടി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മാവിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ അരിപ്പൊടി ചേർത്തുമല്ലോ, അപ്പം എനിക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അപ്പക്കല്ലിലേക്ക് ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പം ഞാനിവിടെ അപ്പക്കല്ല് വെച്ചിട്ടുണ്ട്. കല്ല് ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചെയ്താൽ മതി. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് തുരുവി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ നമുക്കിങ്ങനെ ക്യാരറ്റ് ഇട്ടിട്ടാണ് നമുക്ക് കിട്ടുക. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ചെയ്തു എന്ന് മാത്രം, നിർബന്ധമില്ല. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം.
ഇപ്പോൾ 1 മിനിറ്റ് അടച്ചു വെച്ചു. നമുക്ക് തുറന്നു നോക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 സൈഡും ആയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി. ഇനി അതേപോലെ രണ്ടാമത്തെ ബാച്ചും ഒഴിക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. ഇനി ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എടുത്തു മാറ്റാം. അപ്പം നമ്മുടെ പണിയാരും കോക്കനട്ട് ചട്നിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. താങ്ക്